എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാദവാർഷിക പരീക്ഷയിലെ 2ാം ക്ലാസ്സിലെ ലിസാനാണെന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാ ചാപ്റ്ററുകളിലും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ഭാഗങ്ങളാണ് നാം ഇവിടെ കൊടുത്തിട്ടുള്ളത്. അന എന്നതിൻ്റെ മീനിങ് വരുന്നത് അയാം. ഹാദൻ്റെ മീനിങ് വരുന്നത് ദിസ്. ഹാദിഹി ദിസ്. രണ്ടും സെയിം മീനിങ് ആണ്. ഹാദിഹി രണ്ടും മീനിങ് വരുന്നത് ഇത് എന്നാണ് മീനിങ് വരുന്നത്. ഹാദിഹി എപ്പോൾ യൂസ് ചെയ്യും, അതേപോലെ ഹാദ എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോയിൽ പറയും. ലാസ്റ്റ് വരെ എല്ലാവരും പൂർണ്ണമായി വീഡിയോ കാണുക. അതേപോലെ മാ ഹാദ ഇത് എന്താണ് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. മാ ഹാദിഹി ഇത് എന്താണ് എന്ന് മീനിങ് വരുന്നത്. രണ്ടും സെയിം മീനിങ് ആണ്. അതേപോലെ മെൻ ഹാദ മെൻ ഹാദിഹി മെൻ ഹാദ ഇതാരാകുന്നു. മെൻ ഹാദിഹി ഇതാരാകുന്നു. രണ്ട് സെയിം ആണ്. ഇതെല്ലാം എപ്പോൾ യൂസ് ചെയ്യും, എങ്ങനെ യൂസ് ചെയ്യും എന്ന് നമുക്ക് നോക്കാം. ലിസാൻ വെരി സിമ്പിളാണ്. ഇതിൽ ചെറിയ ഐഡിയകൾ മനസ്സിലാക്കിയാൽ മതി. ഹാദ എന്നുള്ള മീനിങ് ആണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഹാദ എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ് മീനിങ് വരുന്നത്. അവിടെ 4 ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഡോറ്, അതേപോലെ ഒരു വാഴപ്പഴം, ഒരു കസാര, ഒരു പൂവൻകോഴി. ഡോറിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് മാ ഹാദ ഇത് എന്താണ്. ഇത് വാതിലാണ് എന്നാണ് ആൻസർ എഴുതേണ്ടത്. അപ്പോൾ ഹാദ ഇത്, ബാബുൻ വാതിൽ, ഹാദ ബാബുൻ ഇത് വാതിലാകുന്നു. സെക്കൻഡ് മാ ഹാദ ഇതെന്താണ്. ഹാദ മൗസുൻ ഇത് വാഴപ്പഴമാണ്. സാറിൻ്റെ മുകളിൽ എഴുതിയിട്ടുള്ളത് എന്താണ്. മാ ഹാദ ഇത് എന്താണ്. ഹാദ കുർസിയുൻ ഹാദ എന്ന് പറഞ്ഞാൽ ഇത്, കുർസിയുൻ എന്ന് പറഞ്ഞാലോ കസേര. ഹാദ കുർസിയുൻ ഇത് കസാരയാണ്. മാ ഹാദ ഇത് എന്താണ്. ഒരു പൂവൻകോഴിൻ്റെ ഫോട്ടോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് പൂവൻകോഴിയാണ് എന്നാണ് ആൻസർ എഴുതേണ്ടത്. ഇത് ആരാണ് എന്ന് നമുക്ക് എങ്ങനെയാണ് ചോദിക്കാം. മെൻ ഹാദ ഇത് ആരാണ്. മെൻ എന്ന് പറഞ്ഞാൽ ആരാണ്. ഹാദ പറഞ്ഞാൽ ഇത് ആരാണ്. ഇത് ബാസിമാണ്. എങ്ങനെ പറയാം. ഇത് എന്നുള്ളത് മുമ്പ് നാം പഠിച്ചു. ഹാദ ബാസിമുൻ ഇത് ബാസിമാണ്. മെൻ ഹാദ ഇബ്നുൻ. പിന്നെ മെൻ ഹാദിഹി ഇത് ആരാണ്. ഹാദിഹി ബിന്തുൻ ഇതൊരു പെൺകുട്ടിയാണ്. എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും അവിടെ ഹാദിഹി എന്നാണ് പറഞ്ഞത്. ഗേളാവുന്ന സമയത്ത് അവിടെ ഹി എന്ന് യൂസ് ചെയ്യും. ഹാദിഹി എന്നാണ് പറയുക. ബോയ് ആണെങ്കിൽ ഹാദ എന്നാണ് പറയുക. അപ്പോൾ അവിടെ ആൻസർ ചെയ്യുന്ന സമയത്തും ഹാദിഹി കൊടുക്കണം. ഇവിടെ ഹാദ ബിന്തുൻ എന്ന് കൊടുക്കാൻ പാടില്ല, റോങ് ആണ്. ഹാദിഹി ബിന്തുൻ എന്നാണ് കൊടുക്കേണ്ടത്. അതുപോലെ എക്സാമിന് വരാൻ വളരെ സാധ്യതയുള്ളതാണ്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഹാദിഹി ഹിറത്തുൻ അതിൻ്റെ മീനിങ് അറബി മലയാളത്തിൽ എഴുതേണ്ടി വരും. അതേപോലെ ഹാദ ഖലമുൻ അതിൻ്റെ മീനിങ് എഴുതണം. പിന്നെ താഴെ കൊടുത്തിട്ടുള്ളത് അറബി മലയാളം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മീനിങ് ആണ് എഴുതേണ്ടത് അറബിയിൽ. ഇത് എൻ്റെ മകളാണ് എന്നുള്ളതാണ് ആ ഡോട്ടുള്ള ഭാഗത്ത് എഴുതേണ്ടത്. അതുപോലെ എക്സാമിന് വരാൻ വളരെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇതേപോലെ പിക്ചേഴ്സ് കൊടുക്കും. പിക്ചേഴ്സ് കൊടുത്തതിൻ്റെ പേരുകൾ അറബിയിൽ എഴുതാൻ വേണ്ടി പറയും. ഇതും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. എക്സാമിന് വരാൻ വളരെ സാധ്യതയുണ്ട്. മുകളിൽ അന്ത അന്തി എന്ന് കൊടുത്തിട്ടുണ്ട്. അന്ത എന്ന് പറഞ്ഞാൽ നീ, അന്തി എന്ന് പറഞ്ഞാലും നീ. രണ്ടും മീനിങ് വരുന്നത് നീ എന്നാണ്. അപ്പോൾ അന്ത എന്ന് പറയൽ ബോയ്ക്കാണ്. അതുകൊണ്ട് അന്ത എന്നുള്ളത് അന്ത ഇബിനുൻ അവിടാണ് കൊടുക്കേണ്ടത്. അതേപോലെ അന്തി എന്നുള്ളത് കൊടുക്കേണ്ടത് ബിന്തുൻ എന്നുള്ളിടത്താണ് കൊടുക്കേണ്ടത്. അന്ത ഇബിനു നീ മകനാണ്. അന്തി ബിന്തുൻ നീ മകളാണ് എന്നാണ് മീനിങ്.